യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാം ദിവസം ഒളിവിൽ തുടരുകയാണ്. നിയമപരമായ നടപടികൾക്ക് വഴങ്ങാതെ ഒളിവിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പരസ്യമായി കൈവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഷാഫി പറമ്പിൽ എം പി രാഹുലിനെ രാഷ്ട്രീയമായി മാത്രമാണ് പിന്തുണച്ചതെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് സ്വീകരിച്ച നടപടി മറ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് CPM സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾക്കെതിരെ എടുത്തിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്നാണ് ഷാഫി പറഞ്ഞത്. തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം തന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എല്ലാവർക്കും അറിയാം, അതിലൊന്നും പ്രയാസമില്ല. മൂക്ക് പൊളിച്ചാലും പറയേണ്ടത് പറയാതിരിക്കില്ല. ഇത്തരത്തിലുള്ള എത്ര പേർ CPM-ൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവർ എന്ത് നടപടിയാണ് എടുത്തതെന്നും എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. പാർട്ടി നടപടികൾക്കൊപ്പമാണ് താൻ ഉള്ളതെന്നും രാഹുലിന്റെ ക്രിമിനൽ സ്വഭാവമുള്ള പരാതി രേഖാമൂലം കിട്ടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. MLA-യെ കണ്ടെത്താനായി പോലീസ് സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും തിരിച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒളിസങ്കേതം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേസിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വ്യാഴാഴ്ച തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രധാന വിവരം. അറസ്റ്റ് ഒഴിവാക്കാനായി CCTV ക്യാമറകളുള്ള പ്രധാന റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് രാഹുൽ യാത്ര ചെയ്തത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചി വരെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കോയമ്പത്തൂരിലേക്ക് യാത്ര തുടർന്നു. പിന്നീട് തമിഴ്നാട് കർണാടക അതിർത്തി കടന്ന് ബംഗളൂരുവിൽ എത്തുകയായിരുന്നു. ബംഗളൂരുവിന് സമീപം ബാഗല്ലൂരിലെ ഒരു റിസോർട്ടിൽ ഞായറാഴ്ച മുതൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണ സംഘം തങ്ങളെ സമീപിക്കുന്നുവെന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ രാവിലെ അദ്ദേഹം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. പിന്നീട് ബാഗല്ലൂരിലെ തന്നെ ഒരു വീട്ടിലേക്ക് മാറുന്നു. അവിടെയും പോലീസ് എത്തുന്ന വിവരം അറിഞ്ഞതോടെ അവിടുന്ന് നേരെ ബംഗളൂരുവിലേക്ക് കടന്നു. അന്വേഷണ സംഘം തൊട്ടടുത്തെത്തിയെങ്കിലും തലനാടിലേക്ക് പലതവണ രാഹുൽ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഒളിവ് ജീവിതത്തിനിടയിൽ പലതവണ രാഹുൽ താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും സഞ്ചരിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിൽ നിന്ന് ചോരുന്നുവെന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉടലെടുത്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ സ്വയം കീഴടങ്ങുമെന്നും അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുമായിരുന്നു പോലീസിന്റെ ആദ്യ നീക്കം. എന്നാൽ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ വീണ്ടും ഓണായത് അദ്ദേഹം കീഴടങ്ങില്ലെന്ന സൂചന നൽകി. ഇതോടെയാണ് അന്വേഷണ സംഘം തന്ത്രം മാറ്റിയത്. രാഹുലിന്റെ ഒളിത്താവളത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി MLA-യുടെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു. രാഹുൽ പാലക്കാട് വിടുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. ഇവരിലൂടെ രാഹുലിന്റെ ഇപ്പോഴത്തെ സ്ഥലം കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുലിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ പിന്തുണച്ചവരിൽ പ്രധാനിയായ ഷാഫി പറമ്പിൽ MP നിലപാട് കടുപ്പിച്ചത്. രാഹുലിനെ രാഷ്ട്രീയമായി മാത്രമാണ് താൻ പിന്തുണച്ചിരുന്നതെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. രാഹുലിന്റെ സംഘടന പ്രവർത്തനങ്ങളിലെ മികവ് മാത്രമാണ് പരിഗണിച്ചത്. വ്യക്തിപരമായി ആരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. ആ സമയത്ത് ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടുമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പാർട്ടി തന്നെ രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചതാണ് ശരിയായ നിലപാടെന്നും മറ്റു പാർട്ടികൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾക്കെതിരെ സമാനമായ നടപടി എടുക്കാത്തത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ നിലപാട് ന്യായീകരിക്കാനുമാണ് ഷാഫി ശ്രമിക്കുന്നത്. എങ്കിലും യുവ നേതാവിനെ നേരിട്ട തിരിച്ചടി കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമോ അതോ അദ്ദേഹം ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യത്തിനായി അപ്പീൽ നൽകി ഒളിവിൽ തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ അടുത്ത നിർണായക വഴിത്തിരിവുകൾ.